ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ എമ സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട SSLC റിസൾട്ട് കഴിഞ്ഞ് അതിനെക്കുറിച്ച് വ്യാകുലതപ്പെടുന്ന വിദ്യാർത്ഥികളെ, എനിക്കറിയാം. കാര്യം ഇന്ന് വളരെ സന്തോഷമേറിയ ഒരു ദിവസമാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട വീഡിയോ ആണ്. റീവാലുവേഷനെ കുറിച്ചൊക്കെ പറയണം എന്ന് എനിക്കറിയാം. പക്ഷേ ഞാനിവിടെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിരവധി രക്ഷിതാക്കളാണ് ഇവിടെ ഡയറക്റ്റ് വന്ന് ലഡു തന്നു, കേക്ക് തന്നു. അവരുടെ ആ ഒരു എന്താ പറയുക, ഒരു സങ്കടം പ്ലസ് ആനന്ദ കണ്ണുനീർ നേരിട്ട് വീണ്ടും ഈ വർഷം കണ്ടു. കാര്യം നമുക്കത് വലിയൊരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിമിഷമാണ്. നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ റിസൾട്ട് വരുന്ന സമയത്ത് അത് നോക്കിക്കഴിഞ്ഞ് അതിൻ്റെ സന്തോഷം അപ്പം തന്നെ പ്രകടിപ്പിക്കാൻ വേണ്ടി നേരെ ഓഫീസിലേക്ക് വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം വിദ്യാർത്ഥികളൊക്കെയാണ് MS സൊല്യൂഷൻസിനെ വീണ്ടും പിടിച്ചു നിർത്തുന്നത്. ഇനി എല്ലാവർക്കും ഉള്ളൊരു സംശയം, ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. എല്ലാവരും ഫുൾ A+കളുടെ എന്താ പറയുക, സ്റ്റാറ്റസുകൾ കൊണ്ട് അമ്മാനമാടിക്കൊണ്ടിരിക്കും. എല്ലാ സെൻറ്ററുകളും 50 ഫുൾ A+, 100 ഫുൾ A+, ചരിത്ര വിജയം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഫുൾ A+ കിട്ടാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക, SSLC ഫുൾ A+ ഈ വർഷം കുറഞ്ഞു പോയിട്ടുണ്ട്. 61,400 സംതിങ് കുട്ടികൾക്കാണ് ഈ വർഷം ഫുൾ A+ നേടിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം അത് 75,000 ആയിരുന്നു. ഏകദേശം പറയുമ്പോൾ 10,000-ഓളം കുട്ടികൾക്ക് ഈ വർഷം ഫുൾ A+ നേടുവാൻ കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞ വർഷത്തെ റേഷ്യോനെ വെച്ചിട്ട്. അപ്പോൾ ഈ വർഷം ഫുൾ A+ കുറഞ്ഞിട്ടുണ്ട്. വിജയ ശതമാനമല്ല നമ്മളിവിടെ പറയുന്നത്. 0.5% പേര് തോറ്റു. 99.5% ജയിച്ചതെങ്കിൽ 4.5 ലക്ഷത്തിൻ്റെ 0.5% അത് ചില്ലറ പെർസെൻറ്റേജ് അല്ല. ഓക്കെ, അത്രയും കുട്ടികൾ, ഇവൻ 2000-ഓളം വരുന്ന കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്? തോറ്റിട്ടുണ്ട്. അതൊരു സത്യമാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയും കൂടി മനസ്സിലാക്കണം. 100% വിജയം നേടിയത് വളരെ കുറഞ്ഞ സ്കൂളുകൾ മാത്രമാണ് 100% വിജയമുള്ളത്. ഇതൊക്കെ ഇതിൻ്റെ സത്യാവസ്ഥയാണ്, റിയാലിറ്റിയാണ്. പക്ഷെ നിങ്ങൾ നോക്കുന്നത് ആ 61,447 ഫുൾ A+ലേക്കാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഫുൾ A+ എന്ന് പറയുന്നത് +1 ഇഷ്ടപ്പെട്ട സ്കൂളിലെ ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടാനുള്ള ഒരു വാതിൽ മാത്രമാണ്, ഒരു താക്കോല് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. ഇനി ഫുൾ A+ കുറഞ്ഞു, ഇനി 8 A+ ഉണ്ട് സാറേ, എനിക്ക് ഒരു A ഗ്രേഡും ഞാൻ വിചാരിച്ച സോഷ്യൽ സയൻസിലൊക്കെ എനിക്ക് B+. സോഷ്യൽ സയൻസിൽ നല്ല രീതിയിൽ എല്ലാവർക്കും മാർക്ക് കുറഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ B+ഉം Bയും A ഗ്രേഡൊക്കെ ആയി കിടക്കുന്നുണ്ട്. സോഷ്യൽ സയൻസ് പലരെയും എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. അതെന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ റീവാലുവേഷൻ കൊടുത്തിട്ട് കാര്യമുണ്ടോ എന്നാണ് കുട്ടികൾ ചോദിക്കുന്നത്. ഞാനിപ്പോൾ തന്നെ പറഞ്ഞുതരാം. ഒന്ന്, ഫോർ എക്സാമ്പിൾ 8 A+ഉം 1 A ഗ്രേഡും 1 B+ഉം ഉള്ള കുട്ടിയാണെന്ന് കൂട്ടിക്കോ. B+ സോഷ്യൽ സയൻസിലാണ്, A ഗ്രേഡ് ഉള്ളത് മാത്സിലുമാണ്. ഈ 2 വിഷയം റീവാലുവേഷന് കൊടുത്താൽ സാർ എനിക്ക് ഫുൾ A+ ആവോ എന്ന് ചോദിക്കുന്ന കുട്ടികളോട്, ഒന്നാമത്തെ കാര്യം, റീവാലുവേഷൻ കൊടുക്കേണ്ടത് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച മെയ് 12 തീയതിയാണ് റീവാലുവേഷൻ കൊടുക്കേണ്ടത്. എടാ എന്നൊന്നും സൈഡ് കേൾക്കണേ. റീവാലുവേഷൻ കൊടുക്കേണ്ടത് മെയ് 12 തീയതിയാണ്. 17 തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. നിങ്ങൾ നേരത്തെ കൊടുത്താലും അവസാനം കൊണ്ടുപോയി കൊടുത്താലും ഒക്കെ റീവാലുവേഷൻ സൈറ്റ് ലാസ്റ്റ് ഓഫ് ആവാതിരുന്നാൽ മതി, ക്ലോസ് ആയി പോവാതിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഈ റീവാലുവേഷൻ കൊടുത്താൽ എപ്പോഴാണ് റിസൾട്ട് വരിക എന്ന് ചോദിക്കുന്നവരോട്, ഏകദേശം അവസാന സമയം, അലോട്ട്മെൻ്റ് ഒക്കെ സമയത്താണ് റിസൾട്ട് വരിക. ഇനി മാത്സിൽ A ഗ്രേഡ് ഉള്ള ഒരു കുട്ടി റീവാലുവേഷൻ കൊടുത്താൽ ആ കുട്ടിക്ക് ഉറപ്പാണ്, സാർ എനിക്ക് A+ കിട്ടേണ്ടതാണ്, ഉറപ്പാണ്, ഇത് വാല്യുവേഷൻ ക്യാമ്പിലെ ടീച്ചർ നോക്കിയെടുത്തുള്ള മിസ്റ്റേക്കാണ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഒന്ന് കുട്ടികളെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട. അവർ പറയുന്നത് അവരുടെ പെർസ്പെക്റ്റീവ് വ്യൂ ആണ്, ഇരിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി ഈ റീവാലുവേഷൻ്റെ കൂടെ ഒന്ന് ഈ സബ്ജക്റ്റ് എന്ത് ചെയ്യുക, ഫോട്ടോ കോപ്പിക്കും കൂടി അപ്ലൈ ചെയ്യാം. എന്താണ് സാറേ ഫോട്ടോ കോപ്പി? ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിത്തിൻ 2 വീക്സ് ഓർ 3 വീക്സ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലേക്ക് ഈ കുട്ടി എഴുതിയ ആൻസർ പേപ്പറിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എത്തും. അപ്പോൾ മാത്സിൻ്റെ പേപ്പർ നിങ്ങളെ കയ്യിൽ എത്തിയെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ സ്കൂളിൽ പോവുക, ഈ കുട്ടിയെ പഠിപ്പിച്ച മാത്സിൻ്റെ ടീച്ചറുടെ കയ്യിൽ പേപ്പർ കൊടുക്കുക. ടീച്ചറെ, ഇതാണ് ഇവൻ്റെ പേപ്പർ, ഇതിൽ എത്ര മാർക്ക് കിട്ടും നോക്കുമെന്നറിയാം. അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ A ഗ്രേഡിൻ്റെ മാർക്കേ ഉള്ളുവെങ്കിൽ അവന് റീവാലുവേഷന് കൂടുമെന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ട. 2, ടീച്ചർ കൂട്ടി നോക്കിയപ്പം പറയുകയാണ് ഇത് A+നുള്ള മാർക്ക് ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കംപ്ലൈൻ്റ് ആയിട്ട് രേഖപ്പെടുത്താം. അങ്ങനെ അത് വിദ്യാഭ്യാസ വകുപ്പിലെ പരീക്ഷാ ഭവനിലേക്ക് എത്തിക്കാൻ വളരെ വലിയ മെത്തേഡ്, നല്ലൊരു ചെറിയ മെത്തേഡാണ്. അത് നിങ്ങൾക്ക് സ്കൂളിലെ
പ്രിൻസിപ്പൾ വഴി അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, HM വഴി നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ഇതിനെ വലിയ മെത്തേഡായിട്ട് കാണണ്ട, നേരം വൈകൂലേ, അതൊക്കെ ഒരു റെഗുലർ മെത്തേഡാണ്. അതിനെക്കുറിച്ച് അത് വലിയ എന്തോ സംഭവമാണെന്നൊന്നും വിചാരിക്കണ്ട. സ്കൂളിൽ HM കാണാമെന്ന് പറയുമ്പോൾ തന്നെ ചിലർക്കൊരു ഇതാണ്, HM കാണും, അല്ലാണ്ട് ഇപ്പോൾ അക്ഷയ പോയാൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട്. നിങ്ങൾ നേരായ വഴിയെ പോകൂ, നേരിൻ്റെ വഴിയെ പോകൂ, എങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടും. ഓക്കെ, സോ അങ്ങനെ മാത്സ് കൂടുമെന്ന് ഉറപ്പുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യാം, പ്ലസ് റീവാലുവേഷൻ കൊടുത്തേ പറ്റുള്ളൂ. ഇനി ഉറപ്പില്ല സാറേ A ഗ്രേഡ് തന്നെ കിട്ടിയത് തന്നെ വലിയ കാര്യം എന്ന് പറയുന്ന കുട്ടികൾക്ക് ഒരു സമാധാനത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റീവാലുവേഷന് കൊടുത്ത് നോക്കാം. ചിലപ്പം കൂടി കിട്ടിയാലോ, അതും പറയാൻ പറ്റൂല. കാരണം നിങ്ങളുടെ നേരത്തെ SSLCയുടെ പേപ്പർ നോക്കിയ ആ സബ്ജക്റ്റ് നോക്കിയ ടീച്ചർ അല്ല റീവാലുവേഷൻ സമയത്ത് പേപ്പർ നോക്കുക. ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുകയോ വേണ്ട. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടിയിരിക്കും, നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും കിട്ടിയിരിക്കും. ഇത് ഞാൻ പറയാൻ കാരണം റീവാലുവേഷൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ പ്രശ്നങ്ങൾ എന്താണെന്നും റീവാലുവേഷൻ്റെ സർക്കുലറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതാ അവിടെ ഉണ്ട് റീവാലുവേഷൻ്റെ സർക്കുലർ കേട്ടോ, ആ സർക്കുലറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ അതിന് മുന്നേ റീവാലുവേഷൻ കൊടുത്തിട്ട് കാര്യമുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്, എനിക്കിത് കൊടുത്തു കഴിഞ്ഞാൽ സാറേ കിട്ടുമെന്ന് ഉറപ്പുണ്ട്, അങ്ങനത്തെ കുട്ടികൾ എന്ത് ചെയ്യുക, റീവാലുവേഷനും കൊടുക്കുക, ഫോട്ടോ കോപ്പിക്കും കൊടുക്കുക. ഇനി ഉറപ്പൊന്നുമില്ല സാറേ കൊടുത്ത് നോക്കണം എന്നുണ്ട്, അങ്ങനെയുള്ള എന്ത് ചെയ്യേണ്ട, ഫോട്ടോ കോപ്പിക്ക് കൊടുക്കണ്ട, റീവാലുവേഷന് മാത്രം കൊടുത്താൽ മതി. ഇനി എന്താ സാറേ സ്ക്രൂട്ടണി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, ഒരു ക്വസ്റ്റ്യൻ ആൻസർ പേപ്പറിൻ്റെ ഫസ്റ്റ് പേജിലെ കള്ളിയിൽ കുറേ മാർക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ആ മാർക്ക് ഒന്നും കൂടി സൂക്ഷ്മമായി പരിശോധിക്കുന്നതിനാണ് എന്ത് പറയുക, സൂക്ഷ്മ പരിശോധന അല്ലെങ്കിൽ സ്ക്രൂട്ടിനി, സൂക്ഷ്മ പരിശോധന. ആ പേപ്പർ മാത്രമേ നോക്കുള്ളൂ. സാറേ റീവാലുവേഷനും സ്ക്രൂട്ടണിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? സ്ക്രൂട്ടണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതിയ ആൻസർ പേപ്പറിൻ്റെ ഫസ്റ്റ് പേജിലുള്ള മാർക്ക് ഇട്ടുണ്ടല്ലോ, ഒരു ഇത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് ഇത്ര മാർക്ക് എന്നുള്ള ആ ഒരു കള്ളി ഉണ്ടല്ലോ, അതൊന്നും കൂടി എന്ത് ചെയ്യും, സൂക്ഷ്മമായി നിരീക്ഷിക്കും. റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആ പേപ്പർ ഒന്നും കൂടി വാല്യൂ ചെയ്യും. പേപ്പർ തുറന്ന് 1 മുതൽ വീണ്ടും ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ക്ലിയർ ആണോ, മാർക്ക് കൂട്ടാനുണ്ടെങ്കിൽ കൂട്ടിയിട്ട് കൊടുക്കും, കുറയ്ക്കുകയാണെങ്കിൽ കുറയ്ക്കുകയും ചെയ്യും. ഓക്കെ, ഇനി റീവാലുവേഷന് കൊടുത്താൽ മാർക്ക് കുറയുമെന്ന് ചോദിക്കുന്നുണ്ട്. സത്യമാണത്, മാർക്ക് കുറയും, അത് സത്യസന്ധമായ കാര്യമാണ്. നിങ്ങൾ റീവാലുവേഷൻ അപേക്ഷിച്ച് റിസൾട്ട് വരുമ്പോൾ മാർക്ക് കുറഞ്ഞിരിക്കും, അങ്ങനെ കുറയാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുട്ടികളൊക്കെ എന്താണ് സാറേ ചെയ്യേണ്ടതെന്നുള്ളത് തൊട്ടടുത്ത വീഡിയോയിൽ റീവാലുവേഷൻ്റെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഞാൻ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ക്ലിയർ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരാം കേട്ടോ. ഇനി +1 റിഡോക്സ് ബാച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ് ഫുൾ എ പ്ലസ് നേടിയ കുട്ടികൾക്ക് ഇന്ന് രാത്രി 12 മണി വരെ ഓഫർ ഉണ്ട്, 20% ഫീസിന് ഇളവുണ്ട്. നിങ്ങൾ ഇന്ന് തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന 2 നമ്പറിൽ ഏത് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. വളരെ പെട്ടെന്ന് +1 MS സൊല്യൂഷൻസിൻ്റെ കൂടെ ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഇതുപോലുള്ള റിസൾട്ട് നിങ്ങൾ വീണ്ടും നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് ഞാൻ അധികം ഒന്നും പറയുന്നില്ല, കാര്യം ഇത് റിവാലുവേഷനെ കുറിച്ചുള്ളതാണ്, എങ്കിലും റിഡോക്സ് ബാച്ച് അത് നിങ്ങൾക്കുള്ളതാണ്. താങ്ക് യു. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.